ഓർക്കാപ്പുറത്തുവന്ന തോരാത്ത വേനൽ പെയ്ത്തിലും മനസ്സു നിറഞ്ഞ തേൻതുള്ളിയായി മാറി മാമ്പഴക്കാലത്തിൻ്റെ ഗതകാല സ്മരണകൾ ഉണർത്തുന്ന തേൻ മാമ്പഴോത്സവം ഇക്കഴിഞ്ഞ 5 മുതൽ മെയ് 14 വരെയുള്ള ദിവസങ്ങളിൽ തിരുവനന്തപുരം കനകക്കുന്നിൽ സംഘടിപ്പിച്ച മധു മണോത്സവം തലസ്ഥാന നഗരവാസികൾക്ക് വൈവിധ്യമാർന്ന പഴയതും പുതിയതുമായ മാമ്പഴങ്ങളും അവയുടെ പരിമളവും പരിചയപ്പെടുത്തി. സംസ്ഥാന കൃഷി വകുപ്പും ഹോർട്ടികൾച്ചർ മിഷനും ഹോർട്ടികോർപ്പും സംയുക്തമായി കനകക്കുന്നിലെ സൂര്യകാന്തി ഗ്രൗണ്ടിലൊരുക്കിയ മാമ്പഴച്ചാർത്തിൽ കൃത്രിമമായി കാർബൈഡ് കൊണ്ട് പഴുപ്പിക്കുന്ന മാങ്ങാപ്പഴങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയിരുന്നു. പാരമ്പര്യ രീതിയിൽ പച്ചില, വൈക്കോൽ മുതലായവ ഉപയോഗിച്ച് പഴുപ്പിച്ചവയായിരുന്നു മാമ്പഴങ്ങളിലധികവും. കൂടാതെ പുതുസാങ്കേതിക വിദ്യ പ്രയോഗിച്ച് സർക്കാർ അംഗീകാരത്തോടെ റൈപ്പനിംഗ് ചേംബറിൽ പഴുപ്പിച്ചെടുത്ത മാങ്ങാപ്പഴങ്ങളും ഉണ്ടായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കാത്ത ഭക്ഷ്യസുരക്ഷിതത്വത്തിന് ഗുണനിലവാരത്തിന് ഊന്നൽ നൽകുന്ന സ്വാഭാവിക മാമ്പഴ രുചി ജനങ്ങളിലെത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഈ മേളയുടെ സവിശേഷതയെന്ന് പറയാം. ഹോർട്ടിക്കൾച്ചർ മിഷനും ഹോർട്ടികോർപ്പും സംയുക്തമായിട്ടാണ് ഈ എല്ലാ മെയ് മാസത്തിലും ഈ മാമ്പഴ ഉത്സവം നടത്തുന്നത്. ഈ കൊല്ലവും പതിവ് പോലെ എല്ലാ കർണാടക, തമിഴ്നാട്, ആന്ധ്ര, കേരളം, അതോടൊപ്പം കുറച്ച് മഹാരാഷ്ട്രയിൽ നിന്നുമുള്ള മാമ്പഴങ്ങളാണ് വന്നിരിക്കുന്നത്. അത് കൃഷിക്കാർ തന്നെ നേരിട്ട് ഇത് കൊടുക്കുകയാണ്. പിന്നെ ഈ പ്രാവശ്യം ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭക്ഷ്യസുരക്ഷ വളരെ കർശനമായി അത് പരിശോധിക്കാനും അത് ആ നിലവാരമില്ലാത്തത് ഇവിടെ വിൽക്കാൻ അനുവദിക്കാത്തതുമാണ്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും ശേഖരിച്ച വിവിധ ഇനം മാങ്ങകൾ കൂടാതെ തമിഴ്നാട്, കർണാടക, ആന്ധ്ര, മഹാരാഷ്ട്ര, ഹിമാചൽ പ്രദേശ് മുതലായ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ 250ഓളം ഇനം മാമ്പഴങ്ങളുടെ പ്രദർശനം ഇവിടെ സംഘടിപ്പിച്ചു. കോമാങ്ങ, വെള്ളക്കുളമ്പൻ, മൂവാണ്ടൻ, ശർക്കരക്കുടവൻ, വെള്ളംകൊല്ലി, താളിമാങ്ങ, നാട്ടുമാങ്ങ, മൈസൂരി, മൈലാപ്പൂവ്, നീലം, കോട്ടുവക്കോണം എന്നിവയും സങ്കര ഇനങ്ങളായ H45, 51, 56 എന്നിവയും മറ്റിനങ്ങളായ പഞ്ചസാര വരിക്ക, സപ്പോട്ട മാങ്ങ, ഗ്രേപ്പ് നാട്, പ്രയറി, ചുങ്കിര, നിലാപസന്ത്, വെള്ളരിമാങ്ങ, കലപ്പാടി, കർപ്പൂരമാങ്ങ, കരിമൂവാണ്ടൻ, നമ്പ്യാർ മാങ്ങ, സിന്ദൂരം, ഒളൂർ, മല്ലിക, ഹിമായുദ്ദീൻ, അൽഫോൻസ, സുവർണരേഖ, ശൃംഗേരി, ജൂനമാങ്ങ, അരസി, മുല്ലക്കരി, പാണ്ടിമാങ്ങ, കോശ്ശേരി, മുതലമൂക്കൻ, പ്ലാത്തി, ആലമ്പൂർ, ബെനീഷ്യൻ, ബംഗ്ലോറ, ജഹാംഗീർ, കാസലഡു, പഞ്ചവർണം, മൽഗോവ, രാസി പസന്ത് മുതലായവയും പ്രദർശനത്തിലെ പ്രധാന ആകർഷണ കേന്ദ്രമായി. ഇത് 5ാമത്തെ കൊല്ലമാണ് തിരുവനന്തപുരം നഗരിയിൽ ഹോർട്ടിക്കൾച്ചർ മിഷനും ഹോർട്ടികോർപ്പും സംയുക്തമായിട്ട് മാമ്പഴോത്സവം സംഘടിപ്പിക്കുന്നത്. ഇതിൽ തിരുവനന്തപുരം ജില്ലയിലെ പേരുകേട്ട കർഷക കൂട്ടായ്മയായ സംഘമൈത്രി മുതൽ അങ്ങ് മഞ്ചേശ്വരത്തുള്ള കർഷക കൂട്ടായ്മകൾ വരെ, പാലക്കാട് ജില്ലയിലെ മുതലമടയിലെ മാംഗോ സിറ്റി എന്നറിയപ്പെടുന്ന മുതലമടയിലെ മാമ്പഴ കർഷകരുടെ കൂട്ടായ്മകൾ ഉൾപ്പെടെ കേരളത്തിൽ നിന്നും, അതോടൊപ്പം തന്നെ അന്യ സംസ്ഥാനങ്ങളായ തമിഴ്നാട്ടിലെ കന്യാകുമാരിയിലും കൃഷ്ണഗിരിയിൽ നിന്നുള്ള മാങ്ങ ഇനങ്ങളും, കർണാടകത്തിലെ കോലാർ റീജിയനിൽ നിന്നും ഉള്ള മാങ്ങ ഇനങ്ങളും, അതുപോലെ തന്നെ ആന്ധ്രയിൽ നിന്നുള്ള മാങ്ങ ഇനങ്ങളും ഒക്കെ ഈ മാമ്പഴോത്സവത്തിൽ പ്രദർശനത്തിനും അതുപോലെ തന്നെ വിൽപ്പനയ്ക്കും ആയിട്ടിവിടെ എത്തിയിട്ടുണ്ട്. അറിയപ്പെടുന്ന
1000-ഓളം ഇനങ്ങളും ഒട്ടനവധി നാടൻ ഇനങ്ങളും പ്രചാരത്തിലുണ്ടെങ്കിലും 1 കിലോ മുതൽ 2 കിലോ വരെ തൂക്കം വരുന്ന വലുപ്പം കൂടിയ രാസി പസന്ത്, കൊട്ടക്കായ, കോശേരി എന്നിവയും മാങ്ങകളിൽ കുഞ്ഞനായ 20 ഗ്രാം മാത്രം തൂക്കമുള്ള ചക്കരക്കുട്ടിയുമായിരുന്നു മാങ്ങയിലെ താരങ്ങൾ. പച്ചമാങ്ങയും മധുരം കിനിയുന്ന വ്യത്യസ്തമായ മാമ്പഴങ്ങളും കൊതിയൂറുന്ന ഉപ്പിലിട്ട മാങ്ങയുമൊക്കെ പുതുതലമുറയെ വേണ്ടത്ര ആകർഷിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. പുതുതലമുറയ്ക്ക് ഗുണമേന്മയുള്ള മാമ്പഴവും മാമ്പഴ ഉൽപ്പന്നങ്ങളും പരിചയപ്പെടുത്താൻ ഉദ്ദേശിച്ചുകൂടി സംഘടിപ്പിച്ച ഒന്നായിരുന്നു സർക്കാർ ആഭിമുഖ്യത്തിലുള്ള ഈ മധുരോത്സവം. പഴങ്ങളുടെ രാജാവെന്ന പദവിയും മുക്കനിയിൽ മുമ്പൻ എന്ന ഖ്യാതിയുമുള്ള മാമ്പഴങ്ങളുടെ ഗുണനിലവാരം ഉയർത്താനും ഈ മേള കൊണ്ട് ഉദ്ദേശിച്ചിരുന്നു. കീടനാശിനികളുടെ അമിതോപയോഗം കാരണം മാങ്ങയുടെ വിപണനം വിഷമവൃത്തത്തിലായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിഷാംശമില്ലാത്ത എന്നാൽ ഗുണനിലവാരമുള്ള മാമ്പഴങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ ഈ മേള അവസരമൊരുക്കി. ഉന്നത ഗുണനിലവാരം ഉറപ്പുവരുത്താൻ ആരോഗ്യവകുപ്പുമായി ചേർന്ന് കർശന പരിശോധനകൾക്ക് വിധേയമായാണ് മാങ്ങകൾ വിൽപ്പന കേന്ദ്രങ്ങളിൽ എത്തിച്ചത്. കാൽസ്യം കാർബൈഡ് പ്രയോഗിച്ച് പഴുപ്പിച്ച മാങ്ങകളെ പിടികൂടുവാൻ ഭക്ഷ്യസുരക്ഷിതത്വ വിഭാഗം അധികൃതരുടെ സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരം ജില്ലയിലെ സംഘമൈത്രിയുടെ വിവിധയിനം മാങ്ങകൾ പ്രദർശനത്തിലെ പ്രധാന ആകർഷണ കേന്ദ്രമായി. ഹോർട്ടിക്കൾച്ചർ മിഷന്റെ സഹായത്തോടെ സംഘമൈത്രി സ്ഥാപിച്ച റൈപ്പനിംഗ് ചേംബറിൽ പഴുപ്പിച്ചെടുത്തവയായിരുന്നു എല്ലാം. 5 ടൺ വീതം സംഭരണശേഷിയുള്ള 4 മുറികളാണ് മാങ്ങ പഴുപ്പിക്കാൻ വേണ്ടി സംഘമൈത്രിയിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. 18 ഡിഗ്രി സെന്റിഗ്രേഡ് തണുപ്പിൽ ആദ്യത്തെ 18 മണിക്കൂറിൽ അരമണിക്കൂർ ഇടവിട്ട് നാച്ചുറൽ എത്തിലീൻ ഗ്യാസ് അറകളിൽ കടത്തിവിട്ടാണ് മാങ്ങകൾ പഴുപ്പിക്കുന്നത്. 4 നാൾ കൊണ്ട് മാങ്ങ സ്വാഭാവിക നിറത്തോടും സ്വാദോടുകൂടിയും പഴുക്കും. പുറത്തെടുത്താലും ഇത്തരം മാങ്ങകൾ ഒരാഴ്ചയോളം കേടുകൂടാതെ ഇരിക്കും. നാട്ടിലെ കർഷകരുടെ മാങ്ങ അതാത് സെൻറ്ററിൽ സംഭരിച്ച് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ തന്ന അത് സപ്പോർട്ട് ചെയ്ത ആധുനിക റൈപ്പനിങ് ചേംബറിൽ ശാസ്ത്രീയമായി പഴുപ്പിച്ച മാമ്പഴമാണ് വിൽപ്പനയ്ക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. നല്ല വിളഞ്ഞ മാമ്പഴം അത് വാഷ് ചെയ്തതിന് ശേഷം റൈപ്പനിങ് ചേംബറിൽ യാതൊരു കീടനാശിനിയും ഇല്ലാതെ ഗവൺമെൻറ് അപ്രൂവ് ചെയ്ത നാച്ചുറൽ എത്തിലും കൊടുത്ത് പഴുപ്പിച്ച മാമ്പഴമാണ് നമ്മളിവിടെ വിൽപ്പനയ്ക്ക് എത്തിച്ചിട്ടുള്ളത്. സംഘമൈത്രിയുടെ കേരളത്തിലെ ആദ്യ സംരംഭം എന്ന നിലയിൽ റൈപ്പനിംഗ് ചേംബറിൽ പഴുപ്പിച്ചെടുത്ത മാമ്പഴങ്ങൾക്ക് ആവശ്യക്കാരുടെ നല്ല തിരക്കായിരുന്നു. ഈ വർഷത്തെ തേൻ മാമ്പഴോത്സവത്തിൽ പങ്കാളികളാകാൻ പറ്റിയതിൽ ഇന്ത്യൻ ബാങ്കിന് അതിയായ സന്തോഷമുണ്ട്. ഇതിൻ്റെ ടിക്കറ്റിംഗ്, കളക്ഷൻ ഇതെല്ലാം ഞങ്ങളാണ് പതിവായി എല്ലാ വർഷവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വർഷവും ഞങ്ങളങ്ങനെ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെ ഒരു പങ്കാളികളായ സംഘമൈത്രി ഫാമേഴ്സ് യൂണിയൻ ഞങ്ങൾ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാർഷിക സംരംഭമാണ്. അതുവഴി ഇൻ്റർമീഡിയറീസ് ഇല്ലാതെ ജനങ്ങളിലേക്ക് നല്ല ഐറ്റംസ്, കീടനാശിനികളൊന്നും ഇല്ലാതെ കൊണ്ടെത്തിക്കാനുള്ള സംരംഭമാണ്. ഇതുപോലത്തെ സംരംഭങ്ങളിൽ ഇന്ത്യൻ ബാങ്ക് ഇനി തുടർന്നും മാക്സിമം എല്ലാവർക്കും സപ്പോർട്ട് കൊടുക്കും. ഒട്ടനവധി മറുനാടൻ മാമ്പഴങ്ങൾ വിൽപ്പനയ്ക്കുണ്ടായിരുന്നെങ്കിലും തിരുവനന്തപുരം ജില്ലയിലെ സ്വന്തം കോട്ടുവക്കോണവും കണ്ണൂരിൻ്റെ കുറ്റ്യാട്ടൂർ, പൂവത്തൂർ ഇനങ്ങൾക്കുമായിരുന്നു കൂടുതൽ ആവശ്യക്കാർ. കച്ചവട താല്പര്യത്തിനുപരിയായിട്ട് ഞങ്ങളുടെ നാട്ടിലെ 2 നല്ല മധുരമുള്ള വളരെ നല്ല ടേസ്റ്റുള്ള 2 മാമ്പഴത്തിനെ ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ കണ്ണൂർ ജില്ലയിൽ നിന്ന് ഇവിടെ വന്നത്. ഞങ്ങളുടെ നാട്ടിലെ ഇത്തരം ഒരുപാട് മാങ്ങകൾ
സാധാരണഗതിയിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പറിക്കാനാളില്ലാതെ വീണ് നശിക്കുന്നൊരു അവസ്ഥാവിശേഷം ഉണ്ടാവുകയും അതേ തുടർന്ന് ഞങ്ങൾ കൃഷി വകുപ്പ് മന്ത്രിയുമായി ഈ കാര്യം സംസാരിക്കുകയും മന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ ഈ മാമ്പഴ മേളയിൽ ഇവിടെ എത്തിയിട്ടുള്ളത്. തൊടുപുഴയിൽ മാത്രം പ്രചാരമുള്ള, ഇന്നും യഥാർത്ഥ ജന്മസ്ഥലം അറിയാത്ത 1 കിലോ മുതൽ 2.5 കിലോ വരെ ഭാരം വരുന്ന കോശ്ശേരി മാങ്ങയും മേളയിൽ ശ്രദ്ധ പിടിച്ചുപറ്റി. പഴുക്കാൻ കാലമാകാത്ത ഇവയുടെ പച്ചമാങ്ങയും ഒട്ടുതൈകളും പ്രദർശിപ്പിച്ചിരുന്നു. ഇത് തൊടുപുഴയ്ക്കടുത്ത് മുളപ്പുറം എന്ന സ്ഥലത്ത് ഞാൻ തന്നെ രൂപകൽപ്പന ചെയ്ത് ഒട്ടിച്ചെടുത്ത തൈയാണിത്. കോശ്ശേരി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് വിദേശത്തു നിന്ന് എവിടെ നിന്നോ വന്നതാണ്. 25 വർഷമായിട്ട് ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിന് മാങ്ങയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 1 കിലോ മുതൽ 200-400 വരെ മാങ്ങയ്ക്ക് തൂക്കമുണ്ട്. ഇതിന് ഇളം മഞ്ഞ നിറമാണ് പഴത്തിന്. നല്ല മധുരമുണ്ട്, നാരില്ല, ഇതിൻ്റെ കുരു മുളയ്ക്കത്തില്ല. 1 കിലോയ്ക്ക് 45 രൂപ മുതൽ 115 രൂപ വരെ വിലയുള്ള മാമ്പഴങ്ങൾ വിൽപ്പനയ്ക്കുണ്ടായിരുന്നു. തുടക്കത്തിൽ അവിചാരിതമായി വന്ന കനത്ത വേനൽ മഴ പ്രദർശനത്തെയും കച്ചവടത്തെയും ആശങ്കയിലാക്കി. മൈലുകൾ താണ്ടി വന്ന കച്ചവടക്കാർ മാമ്പഴങ്ങൾ വിറ്റഴിക്കാൻ മഴ കാരണം ആളുകൾ എത്താതെ വന്നപ്പോൾ നഷ്ടത്തിൻ്റെ കണക്കുകൾ നിരത്തുന്നതും കാണാമായിരുന്നു. எனக்கு 58 வயசாச்சு. 38 வயசுலேருந்தே ஒரு பார்மராட்டும் இந்த மாங்காய் வியாபாரம் கன்னியாகுமரியிலேருந்து பாம்பே, டெல்லி, தூத்துக்குடி, மதுரை எல்லா இடத்துலையும் மாங்காய் என்னுடைய மாங்காய் அதாவது வருஷத்தில் 365 நாளும் என்னோட மாம்பழம் உண்டு. என்னுடைய மாங்காய் சுமார் 1.5 மாதத்துக்கு முன்னுக்கு, ஒரு 3 மாதத்துக்கு முன்னுக்கு எனக்கு மாங்காய் டெல்லியில் போனாலும் எனக்கு அவார்டு வர கிடச்சி. பாம்பேலேயும் நீங்கள் நம்பர் 1 இந்தியாவில். ஆனால் திருவனந்தபுரத்துக்கு நான் ஒரு 5 தடவையாட்டு இங்கே மாங்காய் ஸ்டால் போட்டிருக்கேன். அது எனக்கு தந்துச்சு. ஆனால் மாங்காய் இப்போ என்னென்னா கொஞ்சம் ஓவர் ரைப் ஆகி மழையினால சேல்ஸ் ஆகாமல் அழுகி போச்சு. സർക്കാർ ജില്ലാ തോട്ടങ്ങളിലും സ്വകാര്യ നഴ്സറികളിലുമുള്ള വിവിധ ഇനം ഒട്ടുമാവിൻ തൈകളുടെ വിപണിയും ഇവിടെ സജീവമായിരുന്നു. PAPCKയുടെ പാലക്കാട് സീഡ് പ്രോസസ്സിംഗ് പ്ലാന്റിൽ ഉൽപ്പാദിപ്പിക്കുന്ന മാവിൻ തൈകളാണ് ഇവിടെ വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. നീലം, ബംഗനപ്പള്ളി, ഹിമപസന്ത് എന്ന 3 വെറൈറ്റി മാവുകളാണ് ഇവിടെ ഇപ്പം കൊടുക്കുന്നത്. 60 രൂപ വച്ചാണ് ഒരു മാവിൻ തൈ വിൽക്കുന്നത്. മാമ്പഴം കൊണ്ടുള്ള പായസം മുതൽ അച്ചാർ വരെയുള്ള നിരവധി വിഭവങ്ങൾ വിൽപ്പനയ്ക്കുണ്ടായിരുന്നു. തേനും ചെറുതേനും അവയുടെ ഉൽപ്പന്നങ്ങളും മേളയിൽ പ്രത്യേക പവലിയനുകളിൽ സജ്ജീകരിച്ചിരുന്നു. കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നുമുള്ള ഔഷധ ഗുണമുള്ള വെളുത്തുള്ളിത്തേൻ, കശുമാവ് തേൻ, തേനിൽ ചേർത്ത നെല്ലിക്ക, ഈത്തപ്പഴത്തിൽ ചേർത്ത തേൻ, മുരിങ്ങത്തേൻ, ലിച്ചി തേൻ, ഇഞ്ചിത്തേൻ, കൂർഗ് തേൻ, ഹണി ജാം, തുളസി തേൻ എന്നിവയും തേനടയും വിൽപ്പനയ്ക്കുണ്ടായിരുന്നു. തേനീച്ച കോളനിയിലെ അമൂല്യമെന്ന് കരുതുന്ന റാണി ഈച്ചകൾ മാത്രം ഭക്ഷിക്കുന്ന റോയൽ ജെല്ലി 10 ഗ്രാമിന് 1500 രൂപയായിരുന്നു വില. കാസർഗോഡിൽ നിന്നുമെത്തിയ മാതാ ഹണി ബീ ഫാം ഇൻഡസ്ട്രീസ് ഒരു സ്റ്റാൻഡിൽ 4 വീതം തേനീച്ച കോളനികൾ വളർത്തുന്നതിൽ പരിശീലനവും ഡെമോൺസ്ട്രേഷനും നടത്തിയത് സന്ദർശകരെ വളരെയേറെ ആകർഷിച്ചു. ചെറുതേനീച്ച എന്ന് പറയുന്നത് വളരെ ഔഷധ മൂല്യമുള്ള ഒരു തേനാണ് ഈ ചെറുതേനീച്ച കോളനിയിൽ നമുക്ക് കിട്ടുന്നത്. ചെറുതേനീച്ച കോളനിയിലെ തേൻ്റെ ഔഷധ മൂല്യത്തിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ നാട്ടിൽ കാണുന്ന ഔഷധ ചെടികൾ, ചെറുചെടികളിൽ നിന്ന്, നമ്മൾ വയലിലും മറ്റു കാണുന്ന ചെടികളിൽ നിന്നും മറ്റൊക്കെ തേൻ ശേഖരിക്കുന്നതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ തേൻ ഔഷധ മൂല്യം വളരെ കൂടുതലായി കാണപ്പെടുന്നത്. മുട്ട, പുഴു ഒക്കെയുള്ള ഭാഗങ്ങളാണിത്. ഇതിൻ്റെ തേൻ ഉൾപ്പെടുന്ന ഭാഗം. ഇതാണ് തേൻ. ഇതാണ് തേൻ. ഈ വർഷം തേൻ എടുത്ത പെട്ടിയാണിത്.
തേനെടുത്ത് കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ തേനെടുക്കുന്നത് മാർച്ച് മാസം അവസാനം ഏപ്രിൽ ഫസ്റ്റിലാണ് തേനെടുക്കുന്നത് ഒരു വർഷത്തിൽ ഇതിൽ നിന്ന് കിട്ടുന്ന തേൻ എന്ന് പറയുന്നത് 1/2 കിലോ മുതൽ 1 കിലോ വരെ തേൻ മാത്രമേ ലഭിക്കുകയുള്ളൂ. അഗ്മാർക്ക് തേനിൻ്റെ നിർമ്മാണവും ഗുണമേന്മയും സംബന്ധിച്ച സ്റ്റാളുകളും മേളയുടെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു. ഭാരത സർക്കാർ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മ മുദ്രയാണ് അഗ്മാർക്ക്. ഞങ്ങൾ വാക്വം ടെക്നോളജി ഉപയോഗിച്ച് തേൻ ചൂടാക്കാതെ പ്രഷറിൻ്റെ സാന്നിധ്യത്തിൽ അതിൻ്റെ ഈർപ്പത്തെ വലിച്ചെടുത്ത് അത് വളരെ ഹൈജീനിക്കായി പാക്ക് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഒരു ദൗത്യമാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. തേനിഞ്ചിയും ഏലവും ചേർന്ന ഹണി കോളയും വിവിധ ഇനം തേൻ ഉൽപ്പന്നങ്ങളും ഹോർട്ടികോർപ്പിന്റെ സ്റ്റാളിൽ കാണാൻ കഴിഞ്ഞു. ഹോർട്ടികോർപ്പ് പ്രധാന ഉൽപ്പന്നമാണ് ഹണിക്കോള. തേൻ, ഇഞ്ചി, ഏലക്ക, ചെറുനാരങ്ങ, ശുദ്ധമായ ജലം എന്നിവ മിക്സ് ചെയ്ത ഒരു നല്ല പാനീയമാണ് ഹണിക്കോള എന്ന് പറയുന്നത്. ഈ സ്റ്റാളിൽ ഏറ്റവും കൂടുതൽ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന ഉൽപ്പന്നവുമാണ് ഹണിക്കോള. മെഴുക്, തേനീച്ച വ്യവസായ ഉൽപ്പന്നത്തിന് ആവശ്യമായ സ്മോക്കർ, സ്റ്റാൻഡ്, കോളനി, എക്സ്ട്രാക്ടർ എന്നിവയുടെ വിൽപ്പനയുണ്ടായിരുന്നു ഇവിടെ. ഖാദി ഗ്രാമ ഹണി സെന്റർ, സ്വകാര്യ തേനീച്ച കൂട്ടായ്മകൾ തുടങ്ങി 10-ൽ പരം തേനീച്ച വ്യവസായ അനുബന്ധ ഉപകരണങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിരുന്നു. ഹോർട്ടികോർപ്പ് വഴി ഞാൻ കർഷകർക്ക് തേനീച്ച കോളനികളും അനുബന്ധ ഉപകരണങ്ങളും ട്രെയിനിങ്ങുകളും നടത്തുന്നു. ഞങ്ങളുടെ ഒരു പ്രത്യേകത ഐറ്റമാണ് ഹോമ്പുകണി. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തേൻ അടയോടുകൂടി തേനീച്ചക്കൂട്ടിൽ നിന്ന് കട്ട് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതിൽ യാതൊരു കാരണവശാലും മായം ചേർക്കാൻ പറ്റുകയില്ല എന്നുള്ളതാണ്. ഇക്കൊല്ലത്തെ തേൻ മാമ്പഴോത്സവം നാട്ടുമാവും മാമ്പഴക്കാലവും കൈവിട്ട മലയാളികൾക്ക് വേറിട്ടൊരു മാമ്പഴക്കാലം സമ്മാനിച്ചു. ഞങ്ങളിത് 2ാമത്തെ പ്രാവശ്യമാണ്. എല്ലാ പ്രാവശ്യവും വരാറുണ്ട്. നല്ലൊരു പരിപാടിയാണ്. മാങ്ങകളെക്കുറിച്ച് കൂടുതൽ അറിയാനും വിവിധ നാട്ടിലെ മാങ്ങകൾ കഴിക്കാനും ടേസ്റ്റ് ചെയ്യാനും പറ്റുന്ന ഒരു അവസരമാണ്. ഇപ്രാവശ്യം കുറച്ചുകൂടെ കൂടുതൽ ഐറ്റംസ് ഉണ്ട്. അത് കാരണം ആൾക്കാർക്ക് കൂടുതൽ വാങ്ങാനും കൂടുതൽ ടേസ്റ്റ് ചെയ്യാനും പറ്റുന്നുണ്ട്. ഇപ്രാവശ്യത്തെ മാംഗോ ഫെസ്റ്റിവലിൽ കൃത്രിമമായി പഴുപ്പിക്കാത്തതും വളരെ മനോഹരമായിട്ടുള്ള മാംഗോ ആയതുകൊണ്ട് മാത്രമാണ് ഇവിടെ വന്ന് വാങ്ങിക്കാൻ താല്പര്യപ്പെടുന്നത്. മിതമായ വിലയാണ്, പുറത്തെ അപേക്ഷിച്ച് മിതമായ വില. മാങ്ങയും വാങ്ങിച്ചു, ഒരു മാൻ തയ്യും വാങ്ങിച്ചു. അതിനാണ് മെയിനായിട്ട് വന്നത്. പലവിധ മാമ്പഴങ്ങൾ ഒരേ വേദിയിൽ അനുഭവവേദ്യമാക്കി മാവ് കൃഷിയിൽ താൽപ്പര്യമുണർത്താൻ ഈ ഉദ്യമത്തിന് കഴിഞ്ഞു. മാമ്പഴത്തിൽ തേൻ കൂടി ചേർന്നപ്പോൾ മധുരം ഇരട്ടിയായി. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സാധാരണക്കാരുടെ കണ്ടുപിടുത്തങ്ങൾക്കും അറിവുകൾക്കും അവാർഡ്. മത്സ്യസമൃദ്ധി 3ാം ഘട്ടം അപേക്ഷ സമർപ്പിക്കാം. ഇന്ത്യ ഗവൺമെന്റിന്റെ ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ സ്വയംഭരണ സ്ഥാപനമായ നാഷണൽ ഇന്നൊവേഷൻ ഫൗണ്ടേഷൻ ഹണി ബി നെറ്റ്വർക്കിന്റെ സഹകരണത്തോടെ സാധാരണക്കാരുടെ കണ്ടുപിടുത്തങ്ങൾക്കും പാരമ്പര്യ അറിവുകൾക്കും അവാർഡുകൾ നൽകുന്നു. 10,000 മുതൽ 7.5 ലക്ഷം രൂപ വരെയുള്ള അവാർഡുകൾ വിവിധ ഇനങ്ങളിൽ നൽകും. നാഷണൽ ഇന്നൊവേഷൻ ഫൗണ്ടേഷന്റെ 9ാം ദേശീയ മത്സരത്തിലേക്ക് 2015 മാർച്ച് 31 വരെ അപേക്ഷ സ്വീകരിക്കും.
കൂടുതൽ വിവരങ്ങൾക്ക് വിലാസം: നാഷണൽ ഇന്നൊവേഷൻ ഫൗണ്ടേഷൻ, സാറ്റലൈറ്റ് കോംപ്ലക്സ്, പ്രേംചന്ദ് നഗർ റോഡ്, അഹമ്മദാബാദ് 380015, ഗുജറാത്ത്. ഫോൺ നമ്പർ 07926732456. സംസ്ഥാന ഫിഷറീസ് വകുപ്പിന്റെ മത്സ്യ സമൃദ്ധി പദ്ധതി പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള മത്സ്യ കർഷകർക്ക് പുതിയ കൃഷിക്കായി മത്സ്യക്കുഞ്ഞുങ്ങളെ നൽകും. രോഹു, കട്ല, മൃഗാൽ, ഗ്രാസ് കാരപ്പ്, സൈപ്രിനസ്, ആറ്റുകൊഞ്ച് എന്നീ മത്സ്യങ്ങളുടെ കുഞ്ഞുങ്ങളെയാണ് മത്സ്യസമൃദ്ധി 3ാം ഘട്ടത്തിൽ വിതരണം ചെയ്യുക. ജൂൺ 15 മുതലാണ് കർഷകർക്ക് മീൻ കുഞ്ഞുങ്ങളെ നൽകുക. പഞ്ചായത്ത് തലത്തിൽ പ്രവർത്തിക്കുന്ന മത്സ്യ കർഷക ക്ലബ്ബുകൾ വഴിയോ നേരിട്ടോ കർഷകർക്ക് ഇതിനായി അപേക്ഷിക്കാം. ജില്ലകളിൽ പ്രവർത്തിക്കുന്ന ഫിഷറീസ് വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർമാരുടെ ഓഫീസുകൾ, മത്സ്യഭവനുകൾ, മത്സ്യ കർഷക വികസന ഏജൻസികൾ എന്നിവിടങ്ങളിൽ നിന്ന് മത്സ്യസമൃദ്ധി 3ാം ഘട്ടം അപേക്ഷാ ഫോറം ലഭിക്കും. തെങ്ങിൻ തൈകൾ നടാൻ തിരഞ്ഞെടുക്കുമ്പോൾ കരുത്തും ഊർജ്ജസ്വലതയുമുള്ള തൈകൾ കണ്ടെത്തണം. തേങ്ങ മുളച്ചു കഴിഞ്ഞാൽ 4 മാസത്തോളം നഴ്സറിയിൽ നിർത്താം. കരുത്തുള്ള തൈകൾക്ക് 4 മുതൽ 6 ഓലകൾ കാണും. കണ്ണാടിക്കനം വിത്തുതേങ്ങയുമായി ചേർന്ന തൈയുടെ കടഭാഗം 10 മുതൽ 12 സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം. ഓലക്കാലുകൾ നേരത്തെ വിടരുന്നവയായിരിക്കണം. കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ കർഷകർക്കുള്ള പരിശീലനങ്ങൾ മെയ് 22 ആരംഭിക്കും. മെയ് 22 കാട വളർത്തലിലും മെയ് 23, 24 തീയതികളിൽ ആട് വളർത്തലിലും 26, 27 തീയതികളിൽ മുയൽ വളർത്തലിലും പരിശീലനം നൽകുന്നു. പരിശീലനം പൂർണ്ണമായും സൗജന്യമാണ്. പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാവുന്ന ഫോൺ നമ്പർ 9447189272. കൊല്ലം ജില്ലയിലെ അഞ്ചൽ ഫാമിൽ നിന്നും പച്ചക്കറി വിത്തുകളും പച്ചക്കറി തൈകളും വിതരണം ചെയ്യുന്നു. കൂടാതെ പ്ലാവ്, മാവ്, ജാതി, കുടംപുളി എന്നിവയുടെ ഗ്രാഫ്റ്റ് തൈകളും ലഭ്യമാണ്. ഫോൺ നമ്പർ 047522704447. വിരിപ്പ് കൃഷി തുടങ്ങാൻ പറ്റിയ സമയമാണിപ്പോൾ. ജലസേചന സൗകര്യമുള്ള സ്ഥലങ്ങളിൽ വിത്ത് ഞാറ്റടിയിൽ പാകി പറിച്ചുനട്ട് കൃഷി ചെയ്യാം. നല്ല വിളവ് ലഭിക്കാൻ 115, 125 ദിവസം മൂപ്പുള്ള ഇനങ്ങളാണ് നല്ലത്. ഇടത്തരം മൂപ്പുള്ള ജയ, ഐശ്വര്യ, പവിഴം, ഉമ എന്നിവ വിരിപ്പ് കൃഷിക്ക് യോജിച്ച ഇനങ്ങളാണ്. ഞാറ് തയ്യാറാക്കുന്നതിന് വെള്ളം ഇല്ലാതിരിക്കുകയും ഉദ്ദേശിച്ച സമയത്ത് ഞാറ് നടാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ പൊടി ഞാറ്റടിയാകാം. നിലം നന്നായി ഉഴുത് 15 സെന്റിമീറ്റർ ഉയരത്തിൽ ബെഡുകൾ എടുക്കുക. 1.5 മീറ്റർ വീതിയും നീളവും വേണം. 1 ചതുരശ്ര മീറ്ററിന് 1 കിലോഗ്രാം കമ്പോസ്റ്റോ ചാണകപ്പൊടിയോ ഞാറ്റടിയിൽ ചേർക്കണം. 1 ഹെക്ടർ സ്ഥലത്ത് ഒറ്റ ഞാർ രീതിയിൽ നെൽകൃഷി ചെയ്യാൻ പരമാവധി 8 കിലോ വിത്ത് മതിയാകും. 1 ഹെക്ടറിലേക്ക് ഞാറ് പറിച്ച് നടാനും ഞാറ്റടി തയ്യാറാക്കാനും ആവശ്യമുള്ളത് 2.5 സെന്റ് മാത്രമാണ്. ഒറ്റ ഞാർ രീതിയിൽ കൃഷി ചെയ്യുന്നതിനും ഞാറ്റടി തയ്യാറാക്കുന്നതിനും പരിപാലിക്കുന്നതിനുമുള്ള ചെലവ് ഇതുവഴി 10-1 കുറയ്ക്കാം. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 15,900, വെളിച്ചെണ്ണ കോഴിക്കോട് 16,200, വെളിച്ചെണ്ണ തൃശൂർ 15,950, കൊപ്ര കൊച്ചി 11,200, കൊപ്ര കോഴിക്കോട് 10,700, കൊപ്ര തൃശൂർ 10,845, കുരുമുളക് അൺഗാർബിൾഡ് 71,000, കുരുമുളക് ഗാർബിൾഡ് 73,000. ചുക്ക് മീഡിയം 35,000, ചുക്ക് ബെസ്റ്റ് 36,500, മഞ്ഞൾ സേലം 7,400, മഞ്ഞൾ ഈറോഡ് 8,100, അടയ്ക്ക പുതിയത് 17,000-നും 18,000-നും മധ്യേ. കൊച്ചി റബ്ബർ RSS 5 ഗ്രേഡ് 14,200, റബ്ബർ RSS 4 ഗ്രേഡ് 14,500. കോട്ടയം റബ്ബർ RSS 5 ഗ്രേഡ് 14,200, റബ്ബർ RSS 4 ഗ്രേഡ് 14,500. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 15,900, മെയ് അവധി 15,265, ജൂൺ അവധി 14,205, ജൂലൈ അവധി 13,400, കൊപ്ര 11,200, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,850, പിണ്ണാക്ക് റോട്ടറി 3,000, കുരുമുളക് അൺഗാർബിൾഡ് 71,000, കുരുമുളക് ഗാർബിൾഡ് 73,000. ചുക്ക് മീഡിയം 35,000, ചുക്ക് ബെസ്റ്റ് 36,500, മഞ്ഞൾ നാടൻ 6,200, അടയ്ക്ക പുതിയത് 17,000-നും 18,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 275-നും 300-നും മധ്യേ. ജാതിക്ക തൊണ്ടില്ലാത്തത് കിലോഗ്രാമിന് 525-നും 575-നും മധ്യേ. ജാതിപത്രി
കിലോഗ്രാമിന് 800-നും 900-നും മധ്യേ. ഗ്രാമ്പു കിലോഗ്രാമിന് 950-നും 1145-നും മധ്യേ. റബ്ബർ RSS 5 ഗ്രേഡ് 14,200, റബ്ബർ RSS 4 ഗ്രേഡ് 14,500, ഒട്ടുപാൽ 10,300, ലാറ്റക്സ് 10,800. ഇനി കമ്പോള അവലോകനം. റബ്ബർ ഉൽപ്പാദകരെയും സ്റ്റോക്കിസ്റ്റുകളെയും ആകർഷിക്കാൻ വ്യവസായികൾ ഷീറ്റ് വില ഉയർത്തി. ടയർ കമ്പനിക്കാർ 4ാം ഗ്രേഡ് റബ്ബറിനെ 14,500-ലേക്ക് എത്തിച്ചു. കൊച്ചിയിലും കോട്ടയത്തും കാര്യമായി ചരക്ക് വിൽപ്പനയ്ക്കെത്തിയില്ല. 5ാം ഗ്രേഡ് കിലോ 140-ലും ലാറ്റക്സ് 110 രൂപയിലുമാണ്. തായ്ലാന്റ് സ്റ്റോക്കുള്ള ഷീറ്റ് തൽക്കാലം വിൽപ്പന നടത്തില്ലെന്ന വെളിപ്പെടുത്തൽ ആഗോള റബ്ബർ വിപണിക്ക് കരുത്തായി. ഭക്ഷ്യ എണ്ണ വിപണിയുടെ ചരിത്രത്തിൽ ഇതാദ്യമായി വെളിച്ചെണ്ണ വില 16,000-ലേക്ക് അടുക്കുന്നു. രൂക്ഷമായ കൊപ്രക്ഷാമവും വ്യാവസായിക ഡിമാൻഡും നാളികേരോൽപ്പന്നങ്ങൾക്ക് നേട്ടമായി. രാവിലെ തേക്കടിയിൽ നടന്ന ഏലക്ക ലേലത്തിൽ മികച്ച ഇനങ്ങൾ 1,049 രൂപയിലും ശരാശരി ഇനങ്ങൾ 827 രൂപയിലും ലേലം കൊണ്ടു. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 35 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27.6 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 35.4, 28.4. കൊച്ചി 34.6, 27. ആലപ്പുഴ 33.9, 26.7. പുനലൂർ 34.2, 24.6. തിരുവനന്തപുരം 33.8, കുറഞ്ഞ താപനില 26.3 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.